ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഈ ലബൂബുവിനെ കത്തിക്കാൻ പോവാണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ ഇതെൻ്റെ അനിയനാണ്. അപ്പം കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടായിരുന്നു അവസാനമായിട്ട്. ആ വീഡിയോയിൽ എനിക്ക് ലബൂബുവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ സ്വഭാവം ഇങ്ങനെ എന്താ മാറണേന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അത് സത്യമാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. എന്താണെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ മുഖം ക്ലിയർ ആണോ എന്താണെന്ന് പറയുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് എൻ്റെ ചേച്ചിക്ക് പനിയായി, എനിക്ക് പനിയായി, എൻ്റെ അനിയന് പനിയായി. അങ്ങനെ മൊത്തം ഒരു ഇതായിപ്പോയി. ഇവനും പനിയായി. ഇച്ചു എന്നാണ് പേര്, എൻ്റെ അനിയൻ തന്നെ. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇതാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ മനസ്സിലെന്തോ ലക്കൊക്കെ ഇല്ലാണ്ട് വരത്തില്ലേ. അപ്പോൾ എനിക്ക് പിന്നെ പറ്റാണ്ടായി. പിന്നെ കത്തിക്കാതി രാത്രിയാണ് കേട്ടോ, കൂരാകൂരി ഇരുട്ടാണ് കേട്ടോ. അപ്പോൾ കത്തിക്കാനുള്ള ടൂൾസൊക്കെ എടുത്തുകൊണ്ട് വരാം. തീപ്പെട്ടി എടുത്തുകൊണ്ട് വരാം. കത്തിക്ക ഇവിടെ ഉണ്ട്. പിരിഞ്ഞു കിടക്കുള്ളത് അല്ലാണ്ട് ഇഷ്ടമുണ്ടായിരുന്നു. അവരോട് പറഞ്ഞു കൊടുക്കണം, ഇതാണ് കാര്യം. നമുക്ക് നമ്മുടെ പിള്ളേരായാലും വീട്ടിലേക്ക് ഇറങ്ങണമെന്നൊന്നുമില്ല. നിങ്ങളല്ലേ എൻ്റെ പഞ്ചിയൊക്കെ ഒക്കെ പുറത്ത് കാണാൻ പറ്റുന്നുണ്ട്. മനസ്സിലെന്തോ നല്ല സുഖം കിട്ടുന്ന പോലെ. ഒരു പേപ്പർ എടുത്ത് വെച്ച് വളർന്ന് കാലൊക്കെ കത്തിച്ചാമലാണ്. ഞാൻ ഒറ്റയ്ക്ക് കത്തിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. വീട്ടില് അച്ചാമ്മയൊക്കെ ഉണ്ട്. കൂടെ ഒരു ദൈവം ഉണ്ടോണ്ട് മാറ്റും. ആ ദൈവത്തിന്റെ അടുത്ത് കാണിച്ചു കൊടുപ്പിച്ചു. ഇതാണ് ദൈവം, കണ്ടോ? ദൈവത്തിലേക്ക് എടുത്ത് വെച്ചേക്കാണ്. കാരണം ഇത് നീ എന്നെ കൊന്നല്ല എന്നും പറഞ്ഞ ലബൂബു വന്നിപ്പോ എന്നെ പിടിച്ചോണ്ട് പോയാടാന്നുള്ള ഒരു പേടി കൊണ്ടാണ്. അതിന്റെ തലയൊക്കെ ഹായ് സന്തോഷമല്ലേ, സന്തോഷമല്ലേ. ചെറിയ വിഷമൊക്കെ പോലെ ഉണ്ടോ ഗൈസ്. ആ പേപ്പറും കൂടെ എടുത്തോ ഗൈസ്. നല്ലൊരു നല്ല കൊച്ചുങ്ങളാണ്, കുസൃതിയില്ലാത്ത പിള്ളേരാണ്. ചാമ്പലാവും. ഞങ്ങൾ വീഡിയോ എടുത്തിട്ട് ഇവിടുത്തെ സംഭവം കത്തിച്ചാമ്പലാവുകയാണ് ഗൈസ്. ലബൂബു കുട്ടൻ കത്തിച്ചാമ്പലാവുകയാണ്. കണ്ടോ ഹായ്, അതിന്റെ തലയൊക്കെ പോയി. അതിന്റെ പഞ്ഞി, ഇത് കാലിന് ഭാഗം മാത്രമായി. ഇത് പഞ്ഞിന്റെ പശ പോലെ ഒട്ടണം കേട്ടോ. നമുക്ക് അതും കൊത്തണം. കണ്ടോ ഗൈസ്, ഇപ്പൊ ഇങ്ങനെ ആയിട്ടോ. ഇതിന്റെ കാൽഭാഗവും കൊത്താറുണ്ട്. എനിക്ക്
ഭ്രാന്ത് പിടിച്ചത് നിങ്ങൾ പറയരുത്. കാരണം ഭയങ്കര ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ്, ബാഡ് ഡ്രീംസ് ഇച്ച് മാറിച്ചു. അവനതിനകത്ത് പറയണ വെള്ളം കോരി ഒഴിക്കാന്നാണ്. അവൻ കാലുള്ള കാര്യം കണ്ടില്ല. അവർക്ക് ബാക്കിയും കൂടി കത്തിക്കാം. ഇച്ച് മാറി നമ്മുടെ കൂടെ ഞാൻ കഴിഞ്ഞ തീപ്പെട്ടി തീർന്നു പോയി. ഞാൻ ഒരു മിനിറ്റ് ിരിക്കണ്ടോ ആരെയും ഭർത്താവും. അതെ അതെ അവിടെ ഇരിക്കുള്ളൂ. അങ്ങനെ അതെ അങ്ങനെ തന്നെ വെച്ചേക്ക് എല്ലായിടത്തും നടക്കട്ടെ. അല്ലെങ്കിൽ 10 രൂപ ഫൈൻ കൊടുക്കും. എനിക്ക് ഞാൻ എങ്ങനെയായാലും 10 രൂപ ഫൈൻ കൊടുക്കും. സാരമൊന്നുമില്ല. അതിന് നമ്മളന്ന് തീട്ടന്നെയാണ് അവരാണ് അന്ന്. അപ്പൊ അവിടെ വേണ്ട അതുവരെ കിട്ടിപ്പോയി ഗൈസ്. ഇതിന്റെ ഒറ്റ ഒടി വെച്ചത് ഞാൻ. ഇത് കണ്ടോ? അതിന്റെ കീച്ചൻ നമുക്ക് അവസാനം കിട്ടിയേക്കുവാണ്. ചാമ്പലായിപ്പോട്ടോ തീപ്പെട്ടി. ഇവൻ ഏതോ പുരാകാലത്തെ തീപ്പെട്ടിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് തെളിയത്തില്ല, വെള്ളത്തിലൊക്കെ വീണ തീപ്പെട്ടിയാണ്. അപ്പം ഞാൻ പോയി തീപ്പെട്ടി എടുത്തിട്ട് വരാം. ഇത് കൊണ്ടുപോയി വെച്ച് വെച്ചു അവിടെ എവിടെന്നാ എടുത്തതെന്ന്. ഞാൻ തീപ്പെട്ടി എടുത്തിട്ട് വരാം. അങ്ങനെ അവളെ ബാക്കിയും കൂടി കത്തിക്കാൻ വേണ്ടി പുതിയ തീപ്പെട്ടി എടുത്തിട്ട് അവരോട് ഞാൻ മറന്നുപോയി പേപ്പർ എടുക്കാൻ. പേപ്പർ എടുത്തിട്ട് വരാം. ഇറങ്ങിയോ? ഓക്കെ, ഇവിടെ നിന്ന് വെച്ചു. അതിൻ്റെ അവിടെ നിന്നോ? അവിടെ നിന്നോ? ഓക്കെ. അവൾക്ക് എനിക്ക് ഇച്ചിക്കുട്ടനെ ഒരു ആഗ്രഹമില്ലാടെ ഇതിനെ കത്തിക്കണമെന്ന്. ഇച്ചിക്കുട്ടനും കൂടി പനിയൊക്കെ വന്നില്ലേ? എൻ്റെ പേര് ഇച്ചു എന്നാണ്ടോ? ഇച്ചു പോവാ പോകാൻ കാണട്ടെ നമ്മുടെ ഗൈസ്. ഇതാണ് എൻ്റെ ഇച്ചിക്കുട്ടൻ. അപ്പോൾ ഇതിനെ കത്തിച്ചാമ്പലാക്കാൻ കാരണം ഇത്രയും മോശം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ദൈവം കാത്തോ. എനിക്ക് പേടി ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ ഇതിനെയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് ബാക്കിയും കൂടി കത്തിക്കാം. ഇത്രയും കത്തിയാൽ മതി. കാരണം എനിക്ക് പ്രാന്ത് പിടിച്ചിട്ടുണ്ട്. എന്ത് രസമല്ലേ? തീയതിയായി. എനിക്ക് പ്രാന്താന്ന് വിചാരിക്കരുത്. കാരണം നിങ്ങളെ വീട്ടിൽ ലബൂബു മേടിക്കാത്തവർക്കൊക്കെയാണ് ഇപ്പൊ ശരിക്കും ഭാഗ്യം. മിണ്ടാണ്ടിരിക്കുക. അതിന്റെ കാറ്റൊക്കെ ഇതൊക്കെ പറന്നു പോണ്. അപ്പൊ നമുക്ക് ഇനി ക്ലിയർ ആയിട്ട് കാണാം. ഇതാണ് വടി ഒന്നെടുത്തേടാ. അത് തന്നെ. അല്ല, ഇങ്ങനെയാണ്. കുറച്ച് കോരി ഒഴിച്ചോടാ. ഇത് ഏത് ഭാഗം? ഇതിന്റെ മുഖം ഭാഗമാണ് ഗൈസ്. ഇതിന്റെ മുഖം ഭാഗമാണ്. എന്തെങ്കിലും എടുക്കണം നിങ്ങൾ. ഇതിന്റെ കണ്ണ് കണ്ടോ ഗൈസ്? കണ്ടോ? കണ്ണൊക്കെ കരിഞ്ഞു പോയി ഗൈസ്. ഇതിന്റെ മൂക്ക്, കണ്ണും ഭയങ്കര സന്തോഷം പോലെ. എന്റെ മനസ്സിൽ എന്തോ ഒരു ഭാരം ഇറങ്ങിപ്പോയതുപോലെയാണ് തോന്നുന്നത്. പശപ്പ് പോലെ കേട്ടോ. കണ്ടത് ഇതൊക്കെ ചാരമൊക്കെ ഇങ്ങനെയാണ്. പിന്നെ ഇതിന്റെ പഞ്ഞി, കാല് ഗൈസ് കിട്ടി. കാല് നമുക്ക് എന്താ നമ്മൾ വലിയ ഞാൻ ഇരിക്കട്ടെ.
അവൾക്ക് വെള്ളം കോരി വയ്ക്കാന്ന് അടുത്ത് പറയണം. അവൻ്റെ ഒരു ആഗ്രഹമല്ലേ നടക്കോട്ടെ. അതിന്റെ തൊട്ടാലൊന്നും കുഴപ്പമില്ല കേട്ടോ. അതിന് തൊട്ടാ പ്രശ്നമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഇറങ്ങിപ്പോയതുപോലെ ഉണ്ട്. നമ്മുടെ ഇവിടെ നമ്മൾ കത്തിച്ച് കളഞ്ഞപ്പോൾ തന്നെ നമ്മുടെ എൻ്റെ അനിയൻ അപ്പു വന്നു ഗൈസ്. ഓക്കെ, നമ്മൾ കത്തിച്ചപ്പോൾ അയ്യോ അപ്പോൾ അങ്ങോട്ട് പോകല, അവിടെ കോക്കച്ചി ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. കാത്തോണേ. ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ദൈവത്തിനോട് പറഞ്ഞതാണ്, ദേവിയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.